നമസ്തേ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രഹ്മചാരി ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. 5 വയസ്സുള്ള കുഞ്ഞു ഭഗവത് ദാസ് ബ്രഹ്മചാരി ലോകത്തിലേക്ക് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെഡെക്സ് സ്പീക്കർ എന്ന ബഹുമതിയും കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇത്രയും പ്രായം കുറഞ്ഞ ടെഡെക്സ് സ്പീക്കർ വേറെയുണ്ടോ എന്നത് സംശയമാണ്. അതുമാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ ദുബായിലും ലണ്ടനിലുമൊക്കെ പോയി ഭഗവത്ഗീത പഠിപ്പിക്കാനുള്ള ക്ഷണം കിട്ടിയിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഈ കുഞ്ഞുവാവയായ ബ്രഹ്മചാരിക്ക്. 3 വയസ്സുള്ളപ്പോഴാണ് ഈ കുഞ്ഞു തന്റെ ഭഗവത്ഗീതയെ പറ്റിയുള്ള അഗാധമായ വിജ്ഞാനം മൂലം TV ചാനലുകളിൽ ഇടം പിടിക്കുന്നത്. പിന്നെ നിരന്തരം TV ചാനലുകളും ഇന്റർ ചാനലുകളും ഈ കുഞ്ഞിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ത്യ മുഴുവൻ നിരവധി നഗരങ്ങളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുവാൻ വേണ്ടി ക്ഷണവും ലഭിച്ചു തുടങ്ങി. എന്തിന് നമ്മുടെ കേന്ദ്രമന്ത്രിയായ അനുരാഗ് താക്കൂറുമായി ഒരു ആത്മീയ കൂടിക്കാഴ്ച വരെ ഈ കുഞ്ഞു നടത്തി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ചീഫ് ഗസ്റ്റായി വന്ന അവരെ എല്ലാവരെയും ഭഗവത്ഗീത പഠിപ്പിക്കുന്ന മിടുമിടുക്കനായ ഒരു അവതാരം തന്നെയാണ് ഭഗവത് എന്നു പേരുള്ള ഈ കുഞ്ഞു ബ്രഹ്മചാരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും എന്തിനൊരു TV ചാനലിന്റെ അവാർഡ് ഫംഗ്ഷനിൽ കൂടി ഈ കുഞ്ഞ് അതിഥിയായെത്തി. ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുഞ്ഞു ബ്രഹ്മചാരിയെ കാണാനായി ഒഴുകിയെത്തുന്നത്. പോകുന്നിടത്തൊക്കെ ആളുകൾ ഈ കുഞ്ഞിന്റെ മേലെ പുഷ്പാഭിഷേകം നടത്തുന്നു. കുഞ്ഞിന്റെ കാൽ തൊട്ട് വന്ദിക്കാൻ ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. പക്ഷേ ഭഗവത് വളരെ എളിമയോടെ അവരോട് പറയും, നിങ്ങൾ എന്റെ കാല് തൊടേണ്ട ആവശ്യമില്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളാണ് തൊടേണ്ടതെന്ന്. ഈ കുഞ്ഞിനെ മാലയിട്ട് സ്വീകരിക്കാൻ ആളുകൾ വരുമ്പോൾ പലപ്പോഴും ഈ കുഞ്ഞു പറയുന്നു, എന്റെ കൂടെയുള്ള കൃഷ്ണ വിഗ്രഹത്തിനാണ് മാലയിടേണ്ടത്, എനിക്കല്ല എന്ന്. പക്ഷേ നിരന്തരമുള്ള ആരാധകരുടെ സ്നേഹം മൂലം അവർ കൊണ്ടുകൊടുക്കുന്ന പൂച്ചെണ്ടുകളും മാലകളും ഒക്കെ സ്വീകരിക്കാതെ ഈ കുഞ്ഞു ബ്രഹ്മചാരിക്ക് നിവർത്തിയില്ല. നമ്മുടെ പ്രധാന സേവകനായ മോദിജിയൊക്കെ പോകുന്നത് പോലെ കാറിൽ ഈ കുഞ്ഞു പോകുമ്പോൾ കാറിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി കാറിന് മേലെ പുഷ്പാഭിഷേകം നടത്തും. എയർപോർട്ടിലും റോഡുകളിലും എന്ന് വേണ്ട, വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയാൽ മതി ആരാധകരുടെ തിരക്കാണ്. എല്ലാവർക്കും ഈ കുഞ്ഞിൻ്റെ കൂടെ സെൽഫി എടുക്കണം, ഈ കുഞ്ഞിൻ്റെ അനുഗ്രഹം വേണം. അവരോടൊക്കെ കുഞ്ഞിന് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക, ഹരിനാമം ജപിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടലാണ്. നിങ്ങൾ ഭഗവത്ഗീത വായിക്കൂ എന്നിങ്ങനെ വലിയ വലിയ തത്വചിന്തകളൊക്കെ പറഞ്ഞ് ആളുകൾക്ക് ഈ കുഞ്ഞു തൻ്റെ കയ്യിലിരിക്കുന്ന ഭഗവത്ഗീത കൊടുക്കും. അങ്ങനെ ഇതിനോടകം ആയിരക്കണക്കിന് ആളുകൾക്ക് ഭഗവത്ഗീത കൊടുത്ത ഒരു മിടുക്കൻ കൂടിയാണ് ഈ ഭഗവത്. ഭഗവത്ഗീതയിലെ സംസ്കൃത ശ്ലോകങ്ങൾ വെള്ളം പോലെ പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ സിമ്പിളായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ കുഞ്ഞു ബ്രഹ്മചാരി ആചാര്യൻ തീരെ കുട്ടികളെ മാറിയിട്ടില്ലാത്ത ഒരു കുസൃതി കൂടിയാണ്. TV ഇൻ്റർവ്യൂകളിൽ അവിടെ ചെന്ന് ഓടി നടന്ന് കളിച്ച് ചിലപ്പോൾ ഇൻ്റർവ്യൂ തീരുന്നതിന് മുൻപ് അവിടെ നിന്ന് ഇറങ്ങി ഓടി കളിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. 3 വയസ്സുള്ളപ്പോൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായി മാറിയ ഭഗവത് ദാസ് ബ്രഹ്മചാരിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ മാത്രം 4.5 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഭഗവത് ദാസ് ബ്രഹ്മചാരി എന്ന യൂട്യൂബിൽ തിരഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം വീഡിയോകൾക്ക് 20 മില്യൺ, 30 മില്യൺ, 50 മില്യൺ ഒക്കെയാണ് കാഴ്ചക്കാർ. ആയുഷ് TV നടത്തിയ അവാർഡ് ചടങ്ങിൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആത്മീയ ആചാര്യനുള്ള അവാർഡ് വാങ്ങിച്ച് ഈ കുഞ്ഞാചാര്യൻ വാർത്തകളിൽ ഇടം പിടിച്ചു. ഇനി വിദേശ രാജ്യങ്ങളിൽ പോയി ഇംഗ്ലീഷിൽ അവിടുത്തെ വിദേശികളെ ഭഗവത്ഗീത പഠിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു ഗുരുകുലത്തിൽ, തികച്ചും ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിന് കീഴെ ആശ്രമത്തിലെ പല സേവകളൊക്കെ ചെയ്ത് കഴിയുന്ന ഒരു സാധാരണ കുടുംബമാണ് ഭഗവതിൻ്റേത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, 10,000-കണക്കിന് ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ഒരു പുണ്യപ്രവൃത്തി കൂടി ചെയ്യുന്ന ഒരു അത്ഭുത ബാലനാണ് ഭഗവത്. തനിക്ക് സ്ഥിരമായി കിട്ടുന്ന ദക്ഷിണ കൊണ്ട് ഈ കുഞ്ഞ് തന്റെ ആശ്രമത്തിലെ ആളുകൾക്ക് ഫ്രീ ആയി അന്നദാനം നടത്തുന്നു. ആശ്രമത്തിന്റെ അടുത്ത് പണിയുന്ന അമ്പലത്തിന്റെ പരിപാലനത്തിനും അതിന്റെ പണിച്ചെലവിനും ഒക്കെ കിട്ടുന്ന ദക്ഷിണ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഗോശാലയുടെ പശുക്കളെ സംരക്ഷിക്കുന്നതിനും ഭഗവത്ഗീത അച്ചടിച്ച ആളുകളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, വളരെ ലളിതമായ ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത്. ഭക്തി ഇവർക്കൊരു ബിസിനസ് അല്ല. ഭഗവത്ഗീത പഠിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണ കൊണ്ട് ആഹാരം പാചകം ചെയ്ത് അത് സ്വന്തം കൈകൊണ്ട് ആളുകൾക്ക് സന്തോഷത്തോടെ കുസൃതി ചിരിയോടെ കൊണ്ടുകൊടുക്കുന്ന ഈ കുഞ്ഞു ബ്രഹ്മചാരിയുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ലോകം മുഴുവൻ സമാധാനം വരണം, എല്ലാവർക്കും സന്തോഷമുണ്ടാവണം, അതിനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമാധാന പാത പിന്തുടരണം. ഇതാണ് ഈ കുഞ്ഞ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഈ കുഞ്ഞിന്റെ ആരാധകരായി മുസ്ലിങ്ങൾ വരെയുണ്ട്. ഈ കുഞ്ഞ് നടത്തുന്ന അന്നദാനത്തിൽ ആർക്കും ജാതി ഭേദമില്ലാതെ പങ്കെടുക്കാം. ആർഷഭാരത സംസ്കാരത്തിന്റെയും ഭഗവത്ഗീതയുടെയും മഹത്വം ലോകം മുഴുവൻ അറിയിക്കാനായി അവതരിച്ച ഒരു അവതാരം തന്നെയായിരിക്കണം ഈ കുഞ്ഞാചാര്യൻ. നമുക്ക് ഈ കുഞ്ഞിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം. കാരണം അവൻ നാളെ ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യനാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ ഇന്ത്യക്ക് അഭിമാനമാകുന്ന കുഞ്ഞൻ ബ്രഹ്മചാരിക്ക് ഞങ്ങളുടെ പ്രണാമം.